ഇറാനിൽ യുഎസും ഇസ്രയേലും നടത്തുന്ന യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട ഇറാന്റെ നടപടി കൃത്യമായ രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്നാണ് ലോകരാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയെയും ഇസ്രയേലിനെയും പോലും പ്രതിസന്ധിയിലാക്കാനും സഖ്യരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിന് അടിമപ്പെടുത്താനും ഇറാന്റെ ഈ നീക്കത്തിന് സാധിച്ചു. പക്ഷേ ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കുന്നത് സാധാരണക്കാരന്റെ അടുക്കളയിൽ വരെ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടെ ഇത്രയും രൂക്ഷമായ പ്രതിസന്ധി ലോകത്തെ എണ്ണ ഇന്ധന മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണോ ലോകം എത്തിപ്പെടുന്നത് എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക. എണ്ണ കയറ്റുമതിയും ഇറക്കുമതിയും നിലച്ചത് ലോകത്തിന്റെയാകെ സമ്പദ്ഘടനയെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാനതകളില്ലാത്ത ഊർജ പ്രതിസന്ധിയിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നിരീക്ഷണം. ലോകവിപണിയിൽ എണ്ണവില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 അപേക്ഷിച്ച് എണ്ണവിലയിൽ ഉണ്ടായത് ഇതിനകം 40% വർധനവാണ്. എന്താണ് ഇനി ആഗോള എണ്ണ വിപണിയെ കാത്തിരിക്കുന്നത്? അപ്രതീക്ഷിതമായി ഇസ്രയേലും അമേരിക്കയും ഫെബ്രുവരി 28 ഇറാനുമേൽ ആക്രമണം ആരംഭിക്കുകയും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്യുമ്പോഴും അതിനുശേഷവും ഇറാൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു: ഹോർമൂസ് ഇനി ഒരിക്കലും പഴയ ഹോർമൂസ് ആകില്ല എന്ന്. അത് സത്യമെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വെറുമൊരു നാവിക പാത എന്നതിലുപരി ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാനുള്ള ഒരു ടോൾ ബൂത്തായി ഇറാൻ ഹോർമൂസിനെ മാറ്റിയിരിക്കുന്നു എന്നതാണ് അതിലൊന്ന്. പേടികൂടാതെ സുരക്ഷിതമായി എണ്ണ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോർമൂസിലൂടെ ഇറാന് കപ്പം കൊടുക്കാതെ കപ്പലുകൾക്ക് കടന്നു പോകാനാകില്ല എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ നിയന്ത്രിച്ച് അവരിൽ നിന്ന് നികുതി ഈടാക്കുന്ന അനൌദ്യോഗിക ടോൾ ബൂത്ത് സംവിധാനം ഇറാൻ ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് വാർത്തകൾ. ഇറാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടക്കും മുൻപ് തന്നെ പ്രായോഗികമായി ഈ സംവിധാനം ഇറാൻ നടപ്പാക്കി കഴിഞ്ഞു എന്നാണ് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ നികുതി വാങ്ങി തുടങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തിലെ എണ്ണ വാതക വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഇവിടെ നികുതി ഈടാക്കുന്നത് മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിയണം. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ ഭാഗികമായാണ് അടഞ്ഞുകിടക്കുന്നത്. അതായത് അമേരിക്കയോടും ഇസ്രയേലിനോടും സൗഹാർദ്ദത്തിലുള്ള രാഷ്ട്രങ്ങൾക്കാണ് വിലക്കുള്ളത് എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. തങ്ങളുടെ ചങ്ങാതി രാഷ്ട്രങ്ങളെന്ന് ഇറാൻ വിശേഷിപ്പിച്ച ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും അടക്കം 5 രാഷ്ട്രങ്ങൾക്ക് ഇറാൻ ഹോർമൂസ് കടക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഇതിൽ ചൈന നികുതി കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയാകട്ടെ ഇതുവരെ നികുതി കൊടുത്തിട്ടുമില്ല. തങ്ങളുടെ സമുദ്ര അതിർത്തിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന് പകരമായി സുരക്ഷാ നികുതി വാങ്ങുന്നതിൽ എന്താണ് തെറ്റെന്നും അത് സ്വാഭാവികമായ കാര്യമാണ് എന്നുമാണ് ഇറാൻ വാദിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് കടക്കണമെങ്കിൽ കപ്പലുകൾ ഇപ്പോൾ തന്നെ ചില കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കപ്പലിന്റെ IMO നമ്പർ, ചരക്കിന്റെ സ്വഭാവം, ജീവനക്കാരുടെ വിവരം, ലക്ഷ്യസ്ഥാനം എന്നിവയടക്കം കപ്പലിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ IRGCക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ IRGC നേവി കമാൻഡ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് തൃപ്തരാണെങ്കിൽ മാത്രം കപ്പലിന് ഒരു പ്രത്യേക ക്ലിയറൻസ് കോഡും സഞ്ചരിക്കേണ്ട പാതയും നൽകുന്നത്. ഈ ക്ലിയറൻസ് കോഡ് കടലിടുക്കിൽ പ്രവേശിക്കുമ്പോൾ IRGC കമാൻഡർമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതോടെ പിന്നീട് ഇറാന്റെ സുരക്ഷയിലായി കപ്പലുകൾ. ഹോർമൂസ് മുതൽ പുറത്തേക്ക് ലാരക് ദ്വീപിന് ചുറ്റുമുള്ള സമുദ്രഭാഗത്തു കൂടി കപ്പൽ പിന്നീട് സഞ്ചരിക്കുക ഇറാന്റെ സുരക്ഷയിലായിരിക്കും. സുരക്ഷയ്ക്ക് ഇറാന്റെ ബോട്ടുകൾ ഉണ്ടാകും അകമ്പടിയായിട്ട്. ഈ സുരക്ഷയ്ക്ക് സുരക്ഷാ നികുതി ഏർപ്പെടുത്തുന്നു എന്നാണ് ഇറാൻ ടോൾ ബൂത്ത് ആശയം കൊണ്ട് വ്യക്തമാക്കുന്നത്. നിലവിൽ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതിനു ശേഷം ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കയോടും ഇസ്രയേലിനോടും കൂട്ടുകൂടാത്ത, സഖ്യം ചേരാത്ത രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് വിലക്കില്ല എന്ന് ഇറാൻ അറിയിക്കുന്നുണ്ട് എങ്കിലും ഭയമാണ് ഈ കപ്പലുകളെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. നിരോധിത പാതയിലൂടെ പോയാൽ ആക്രമിക്കപ്പെടുമോ എന്ന ഭയം പല കപ്പലുകളെയും കേന്ദ്രസ്ഥാനത്ത് നിന്ന് പുറപ്പെടാൻ പോലും ഭയപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ഏതാണ്ട് 2000 കപ്പലുകളാണ് ഹോർമൂസിന് ഇരുവശത്തുമായി കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസിനെ അപേക്ഷിച്ച് മറ്റ് കപ്പൽ പാതകൾക്ക് ദൂരെ കൂടുതലായതിനാൽ പല കപ്പലുകളും മറ്റു പാതകൾ സുരക്ഷിതമാണെങ്കിൽ പോലും അവ തിരഞ്ഞെടുക്കാൻ മടിക്കുകയാണ്. ഇത് ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഈ പ്രതിസന്ധിയുടെ ഭാഗമായി എണ്ണവിലയിൽ വൻ വർധനവും രേഖപ്പെടുത്തുന്നു. പല ഏഷ്യൻ രാജ്യങ്ങളും ഇതിനകം തന്നെ ഇന്ധന റേഷനിങ് ഏർപ്പെടുത്തുകയും വ്യാവസായിക ഉൽപാദനം വെട്ടിക്കുറയ്ക്കുകയും ചെയ്താണ് പ്രതിസന്ധിയോട് മുട്ടിനിൽക്കുന്നത്. ഹോർമൂസിലെ ഈ നിയന്ത്രണങ്ങളും പുതിയ ടോൾ ബൂത്ത് സംവിധാനവും നിയമപരമല്ല എന്ന ആക്ഷേപം ലോക നേതൃത്വത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. സമുദ്രപാതകളിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം തടയാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്ന ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമം ഇറാനും ഒപ്പിട്ടിട്ടുണ്ട് എങ്കിലും
അത് ഇതുവരെ പാർലമെന്റ് അംഗീകരിച്ച് നിയമമാക്കിയിട്ടില്ല എന്നും അതിനാൽ ഈ നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല എന്നുമാണ് ഇറാന്റെ വാദം. തങ്ങളുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ തങ്ങൾക്ക് പൂർണ്ണമായ അധികാരമുണ്ട് എന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഈ നിലപാടുകൾക്കെതിരെ അറബ് ലോകങ്ങളടക്കം വലിയ വിമർശനം ഉന്നയിക്കുന്നുമുണ്ട്. സാമ്പത്തിക ഭീകരത എന്നാണ് അബുദാബി പോലുള്ള രാജ്യങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇറാന്റെ ടോൾ ബൂത്ത് ഓരോ സാധാരണക്കാരന്റെയും പോക്കറ്റിൽ നിന്നാണ് പണം തട്ടുന്നത് എന്നുകൂടി വിമർശനം ഉയർത്തുന്നു. ഹോർമുസ് തുറക്കാൻ ആദ്യ 48 മണിക്കൂർ സാവകാശം ഇറാന് നൽകിയ ട്രംപ് പിന്നീട് അത് 5 ദിവസമായും അതിനുശേഷം അത് 10 ദിവസമായും വർദ്ധിപ്പിച്ചിരുന്നു. അടിക്കടി വാക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ഉറപ്പിലെ ആത്മാർത്ഥത കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധവിരാമം എന്ന് പറയുന്നുണ്ട് എങ്കിലും മേഖലയിലേക്ക് 10,000 സൈനികരെ കൂടുതൽ വിന്യസിക്കാനുള്ള നീക്കം എന്തിനാണ് എന്ന ചോദ്യവും ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ച് യുദ്ധം കൂടുതൽ കടുപ്പിക്കാനാണോ സാവകാശം നൽകുന്നത് എന്ന ചോദ്യം ഉയരുന്നതും സ്വാഭാവികം. മാത്രമല്ല, മുൻപ് 2 തവണ കരാറിന് തൊട്ടടുത്ത് വെച്ച് പിന്മാറി ഇറാനെ ചതിച്ചതും ട്രംപിന് മേൽ അവിശ്വാസത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ യമനിലെ ഹൂതികൾ ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കപ്പൽ ഗതാഗതത്തിൽ നിർണായകമായ ബാബ് അൽ മന്ദേബ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട്. ഹൂതികൾ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ ഏറ്റെടുക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഹൂത്തികൾക്ക് സഹായം നൽകുന്നത് ഇറാൻ ആയതുകൊണ്ട് തന്നെ. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന ഈ കടലിടുക്ക് അടയ്ക്കുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ലോകത്തെ ഇന്ധനക്കടത്തിന്റെ 13% ഇതുവഴിയാണ്. ഹോർമൂസിലെ 20% കൂടി കണക്കിലെടുത്താൽ 33% ഇന്ധനക്കടത്തിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാകുമെന്ന് സാരം. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാകും. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്നതിനിടെ വെടിനിർത്തലിന് സന്നദ്ധമായി അമേരിക്ക 15 ദിന നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വെച്ചിരുന്നു. മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്ന പാകിസ്ഥാൻ മുഖാന്തരമായിരുന്നു ഇത്. പക്ഷേ ഇത് തള്ളിയ ഇറാൻ പകരമായി വെടിനിർത്തലിന് 5 ദിന പദ്ധതി നിർദ്ദേശിച്ചു. അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ആണവ പദ്ധതിയും മിസൈൽ ശേഷിയും അടക്കം ഇറാന്റെ പല്ലും നഖവും പിഴുതെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ് എങ്കിൽ ഇറാന്റേത് അവരുടെ രാജ്യത്തിന്റെ ഭാവി ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇരു കൂട്ടരും രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.